പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വാട്സപ്പിലും മൊബൈലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിട്ട് വീടിന്റെ റൂമിന്റെ അകത്തിരുന്നിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവന് ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? ഇതൊരു ചെറിയ തെറ്റാണെന്ന് നീ കരുതിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അല്ലാഹുവിനെ കാണണ്ട കണ്ണല്ലേ പൊന്നുമോള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതൊരു പാപമല്ല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അന്യ പെണ്ണുങ്ങളുടെ ശരീരം കാണുന്ന ചെറുപ്പക്കാരോട്, അന്യ പുരുഷന്റെ ശരീരം കാണുന്ന പെണ്ണന്മാരോട് ഇത് പാപമല്ല എന്ന് കരുതിയിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ അതാ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ മഹാനവറുകൾ അവിടെ നിന്ന് നോക്കുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഖുരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ റബ്ബേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ കൂടപ്പുറപ്പിന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോ ഈ മഹാൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന തങ്ങളെ, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചതെന്നറിയുവോടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യരാ. എന്നൊരു പ്രതിഫലമാ സഹോദരാ. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു പാവപ്പെട്ട ഉപ്പാനെ കാണാൻ പോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്
ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലും തോലുമായിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാണാ പോയപ്പോഴും പടച്ചവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ ദുആ ചെയ്യണോ. സഹോദരാ, എത്ര വലിയ ഭാഗ്യവാനെന്നറിയുമോ. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ. ആ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ മത്സരിക്കില്ല, പള്ളിയിലെ സെക്രട്ടറി ആകാൻ മത്സരിക്കില്ലോ, പള്ളിയിലെ ഖതീബാകാൻ നടക്കില്ലോ. ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ മത്സരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. കാരണം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ സഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമോ സഹാബാ. 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു ഹാജിയാരെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയോ? എന്താ? അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോണു? ഒന്ന് വിട്ടുകാരുടെ ചങ്ങായിമാരെ പതുക്കെ ഒന്ന് ഓടിക്കണ്ട, അവര് പൊക്കോളും. ബിസ്മില്ലാ, അവര് പൊക്കോട്ടെ. അൽഹംദുലില്ലാ. അസ്ഹാബുൽ കൗഫിന്റെ കൂടെ കാവലിരുന്ന നായി നാളെ സ്വർഗത്തില്ല. ആ യോഗമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. തൊട്ട 7 വെള്ളത്തിൽ കഴുകേണ്ട സാധനമാ. കാവലിരുന്നപ്പോ 10 മൃഗങ്ങൾ നാളെ സ്വർഗത്തില്ല. അതിൽപ്പെട്ട ഒന്നാ നായി. അതിന്റെ രക്ഷപ്പെട്ടു. നമ്മളോ ആ 4 കാലി രക്ഷപ്പെട്ടു. നമ്മൾ പട്ടിയെ കാണുമ്പോ നമ്മൾ 4 കാലിയായ ഈ പട്ടിയെ കാണുമ്പോ നമുക്ക് അലർജി. അല്ല പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ പോകുന്ന 4 കാലിയെക്കാളും മനുഷ്യൻ അധപ്പതിച്ചവനാ. ബൽഹും അല്ലല്ലെന്ന് പറഞ്ഞേ. ഈ നായിയെക്കാളും വൃത്തികെട്ടവനാ 2 കാലുള്ളവൻ. ഇതിനെക്കാളും എടാ, ഈ നായി വേറൊരു നായിയെ വ്യഭിചരിക്കാറുണ്ടോ? കൂട്ടമായിട്ട് വ്യഭിചരിക്കാറുണ്ടോ? ഇല്ല. ആര്? 2 കാലുള്ളവന്മാര് വ്യഭിചരിക്കും. മകളുടെ പ്രായമില്ലാത്ത പാല് കുടി മാറാത്ത കുഞ്ഞിനെ വരെ വ്യഭിചരിക്കുന്നവന്മാരുടെ കാലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ ബാങ്ക് വിളിച്ചിട്ടില്ല ഇല്ലേ? ബാങ്ക് വിളിക്കുന്നവന്റെ പ്രതിഫലം അറിയ നിങ്ങൾക്ക്. അള്ളാന്റെ കോടതിയിൽ നാളെ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അള്ളാന്റെ കോടതിയിൽ എല്ലാരും പേടിച്ച് തലതാഴ്ത്തി പിടിച്ച് നടക്കുന്ന ദിവസം 2 വിഭാഗം ആൾക്കാരുടെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ തല നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഉയർന്നു നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പള്ളിയിലെ ഖതീബിനല്ല, പള്ളിയിലെ കമ്മിറ്റിക്കാർക്കല്ല, പിന്നെ ആർക്കാ? അല്ലാഹുവിന്റെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. അല്ലാഹുവിന്റെ പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മഹാൻ. അദ്ദേഹവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായി കൂവാറുണ്ട്. എന്തുകൊണ്ട് പറചങ്ങാതിമാരെ, എന്തുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായി കൂവും? എന്തേ? ശൈത്താൻ ഇറങ്ങി ഓടുന്നത് കണ്ടിട്ട് കൂവുന്നതാ ഇല്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും. എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു ചരിത്രം ഇവിടുന്ന് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശൈത്താൻ ഇറങ്ങി ഓടുന്നതിന്റെ കാരണം, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഇവിടത്തെ പള്ളിയിൽ ഇവിടത്തെ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ദുനിയാവിലെ എന്തെല്ലാം വസ്തുക്കള് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, എന്തെല്ലാം വസ്തുക്കള് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ വസ്തുക്കള് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ ഇവര് മുഴുവനും പറയും, പടച്ചവനെ, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു തമ്പുരാനെ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കല്ല, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കല്ല എന്ന് നാളെ സർവചരാചരങ്ങളും അള്ളാഹുവിനോട് മുഅദ്ദിനു വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അള്ളാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവേ, ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും. ശൈത്താൻ കേട്ടാലോ? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ നാളെ അള്ളാഹിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്ക്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഓടുന്നത് ചരിത്രം പറയുകയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എനിക്ക് ഈമാനുള്ള മരണം തരണേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനവറുകളാ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? നീ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന തങ്ങള്, എന്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം മരണസമയമെടുത്തു. സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയമെടുത്തു. എന്നോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തു കൊണ്ടുവരാ. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നോട് എടുത്തു കൊണ്ടുവരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, അല്ലാ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അവിടെ വന്ന് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് എന്റെ സഹോദരിയിൽ കൊണ്ടുകൊടുക്കുമ്പോ എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വലിച്ചു കീറി വലിച്ചെറിയുകയാ. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. അവിടെ നിന്ന് പറയുന്ന തങ്ങള്, എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, അവിടുത്തെ മരണം മോശമായ മരണമായിരുന്നു. തങ്ങള്, എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും മരണം മോശമായിരുന്നു. അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിച്ചിരുന്ന എന്റെ 2 കൂടപ്പുറപ്പുകളുടെയും മരണം മോശമായ മരണമായിരുന്നു. അവരുടെ ആക്കിബത്ത് മോശമായി. തങ്ങള്, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. പേടിയാണ് തങ്ങള്, പേടിയാണ് തങ്ങള്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അതിനാണ് ഞാൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇവരുടെ മരണം മോശമായത്, ഇവരുടെ ആഖിബത്ത് മോശമായത്? ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ്? എന്റെ പ്രിയമുള്ള സഹോദരാ, അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് കഞ്ചാവടിക്കുന്നവരായിരുന്നില്ലോ, അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിനെ മറന്ന് നടന്നവരായിരുന്നില്ലോ. പിന്നെ അവരുടെ അവസാനം മോശമാകാറുള്ള കാരണമെന്താ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാറുള്ള ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, TV കാണുന്ന ഉമ്മ, സീരിയല് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങളോ, വാട്സപ്പിലൂടെ വൃത്തികേടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇവര് 2 പേരുടെയും ആക്കിബത്ത് മോശമാകാറുള്ള കാരണമെന്നറിയുമോ? ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ ചോദിക്കുന്നു, മോനെ, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവുമുണ്ടായിരുന്നോ? നിന്റെ
കൂടപ്പിറപ്പുകൾക്ക് വല്ല മോശമായ സ്വഭാവമുണ്ടായിരുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ദുശീലം ഏതെന്നറിയോ? നിനക്കുള്ള ദുശീലമാടാ ചെറുപ്പക്കാരാ, വാപ്പാ നിനക്കുള്ള ദുശീലമാണ്, ഉമ്മ പെങ്ങളെ നിനക്കുള്ള ദുശീലമാണ്. അവരുടെ രണ്ടുപേരുടെയും ദുശീലമെന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ മരണം മോശമായത്. അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ചെറുപ്പക്കാരാ, നിസാരമല്ലടോ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത്. അതൊരു നിസാര പാപമല്ല പെങ്ങള്, അതൊരു നിസാര തെറ്റല്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിർത്തിക്കോ, നിന്റെ ഈ ദുശീലം നിർത്തിക്കോ. അവിടെന്ന് പറയുകയാണ് അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്ക് അവിടെന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർക്ക് ഒരു ദുശീലം ഉണ്ടായിരുന്നു. എന്താ ദുശീലം? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുണ്ടല്ലോ 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് സിനിമയും സീരിയലും കാണും. ഉമ്മ നോക്കിയേ, താത്താമാരെ കണ്ടിട്ടുണ്ടോ? ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മജ്ലിസ് നൂറിനുണ്ട്, വഅലിനുണ്ട്, സ്വലാത്തിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്, ടിവിയുടെ ഫ്രണ്ടിലുമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രക്ഷപ്പെടുമെന്ന നമ്മൾ രക്ഷപ്പെടുമെന്ന കരുതിയെ അതൊരു നിസ്സാര പാപമല്ല, അത് പാപം തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സെങ്ങാണ്ടായി, 92 95 വയസ്സായി അള്ളാഹുടെ പള്ളിക്കകത്തിരുന്നിട്ട് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയാ. അള്ളാഹും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ അള്ളാഹുവേ, അബൂ ഹുറൈറ തങ്ങൾ എല്ലാവരും പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ താമസിച്ച പള്ളി വന്നേ, ഒരു ചെറുപ്പക്കാരൻ താമസിച്ച് പള്ളി വന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ തമ്പുരാനെ, വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് എന്നെ കാക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ 95 വയസ്സായി, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, വയസ്സായില്ലേ, പ്രായമായില്ലേ, നിങ്ങൾക്ക് വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേന്ന്. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് അള്ളാഹ് പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യ ഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കരുതി. അതിനല്ല വ്യഭിചാരം എന്ന് പറയണേ, അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനം. എന്റെ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. കണ്ട് ആസ്വദിച്ചോ? ഒറ്റയ്ക്ക് റൂമിന്റെ അകത്തിരുന്ന് വാതിലടച്ചിട്ട് നല്ലതൊക്കെ കണ്ടോ? നാളെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ കണ്ണിന്റെ അകത്ത് നരകത്തിന്റെ ഈയം ഉരുക്കി അള്ളാഹു ഒഴിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ കണ്ണിന്റെ അകത്തോട്ട് ഒഴിച്ചു തരും. സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണ വാപ്പായും ഉമ്മായൊക്കെ കണ്ടോ? നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈ അങ്ങോട്ട് ഉരുക്കിയിട്ട് നാളെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് മലക്കുകൾ
ബറക്കത്തുകൾ ഒഴിച്ചു തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൈയുടെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം. മോശമായ കാര്യം പറയൽ നാവിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം വരെ പറയും കാമുകനോട്. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് നടന്നത് സിനിമാ കഥ പറയണ പോലെ കാമുകന് പറഞ്ഞു കൊടുക്കും. നാവിന്റെ വ്യഭിചാരം. വൃത്തികേടുകൾ കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം. കാമുകയെ കാണാൻ നടക്കല് കാലിന്റെ വ്യഭിചാരം. ഹൃദയം കൊണ്ട് മോശമായി ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരം. അപ്പൊ വ്യഭിചാരം പല വിഭാഗമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കണ്ണിനെ സൂക്ഷിക്ക്. കേടാ, അള്ളാനെ പേടിക്കണം. അള്ളാനെ ഭയന്ന് ജീവിക്ക്. പടച്ചു ഇതെല്ലാം കാണുന്നില്ലേ? അല്ല ഇതെല്ലാം കാണുന്നില്ലേ? എന്ത് നീ അള്ളാനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മരിക്കണ്ടേടാ. അള്ളാന്റെ മുന്നിലേക്ക് കടന്നു പോകണ്ട. അല്ലാതെ ആള് കൂടുമ്പോ അവസരം കിട്ടുമ്പോ ചാടിക്കേർ. അങ്ങനല്ല. എന്റെ ചെറുപ്പക്കാരെ, എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം, അള്ളാഹുവിനെ എത്രയോ മനോഹരമായ ചരിത്രങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. ആ ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹുടെ പള്ളിക്കകത്തുണ്ടാകും ആ ചെറുപ്പക്കാരൻ. 5 വഖത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ ഒന്നാമത്തെ സഫിലുണ്ടാകും ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകാം. നല്ല ഈന്തപ്പന മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഇരുട്ടുള്ള ഒരു ഭാഗത്തുകൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് എല്ലാ ദിവസവും ഓനെ നോക്കി വെച്ചിരിക്കുക. ഇവനെ വളയ്ക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ പേടിച്ചടക്കണ ചെറുപ്പക്കാരനാ. അവസാനം എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ തന്റെ പരിധിയിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുട്ടത്തുകൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണൊരു മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിന്നു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുമ്പോ കേറി കെട്ടി അങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. നീ എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ? എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും അറിയില്ല, ആരും കാണില്ല. പടച്ചവനെ, ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോടാ പൊന്നുമോനെ? അവിടന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, ഞാൻ നരകത്തിലായി പോയല്ലോ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാനൊരു പാപിയായി പോയല്ലോ. അവിടന്ന് പൊട്ടിക്കരഞ്ഞെന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരു പെണ്ണ് തന്റെ ശരീരത്തെ പിടിച്ചിട്ട് ആഗ്രഹം സാധിപ്പിച്ചു തരാ യാചിക്കുമ്പോ അവിടന്ന് വ്യഭിചാരിയായി പോയെന്ന് കരുതിയിട്ട് അല്ലാഹുവിനെ കുറിച്ച് പേടിച്ചിട്ട് അവിടന്ന് തലകെട്ടതാ തലകറങ്ങി താഴെ വീഴുകയാണ്. പെണ്ണവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്നു. അവസാനം വഴിയാത്രക്കാര് കണ്ടു. അവിടന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രായം ചെന്ന ബാപ്പാടെ മുന്നിൽ തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് കിടത്തി. ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്ന, മോനെ, എന്താണ് നിനക്ക് സംഭവിച്ചത്? വാപ്പാ, എന്റെ ദുനിയാവും ആശ്രമം പോയി വാപ്പാ, ഞാൻ വ്യഭിചാരിയായി പോയി വാപ്പാ, ഞാൻ തെറ്റുകാരനായി പോയി വാപ്പാ. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു പെണ്ണ് പാതിരാത്രിയിൽ എന്റെ ശരീരത്തെ കയറി പിടിച്ചു. വാപ്പയവിടെന്ന് പറഞ്ഞു, മോനെ, നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ആ പെണ്ണ് ഇങ്ങോട്ട് പിടിച്ചതാണല്ലോ. നിന്റെ പൊന്നുമോ തെറ്റുകാരനല്ല, നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. നീ അല്ലാഹുവിനെ പേടിച്ചിട്ട് മടങ്ങിയവനാണല്ലോ. വാപ്പ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പൊന്നുമകനെ കരച്ചിൽ നിർത്തുന്നില്ല. വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്.
അവസാനം വാപ്പാന് പേടിയായി. എന്തു പറഞ്ഞിട്ടും എന്റെ പൊന്നാര മകന്റെ കരച്ചിൽ തീരുന്നില്ല. അവിടെന്ന് പറഞ്ഞു, വാപ്പാ ഇതിന്റെ മസല ഉമർ തങ്ങളോട് ചോദിക്കൂ, ഉമർ തങ്ങളോട് ചോദിക്കൂ, എങ്കിലേ എനിക്ക് സമാധാനമാകൂ. അവസാനം വാപ്പ ഉമർ തങ്ങളുടെ മുന്നിൽ പോയി നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങളും പറഞ്ഞു, തെറ്റു പെണ്ണിന്റെ ഭാഗത്താ, അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഇവിടെന്ന് പറയുമ്പോ വാപ്പ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകന്റെ മയ്യിത്താ. ചെറുപ്പക്കാരാ, ഉയരിന്റെ രാത്രികളിൽ പടച്ചവനെ കറങ്ങി നടക്കുന്ന യുവത്വേ, അന്യ പെണ്ണിന്റെ ശരീരം കാണുമ്പോ അവരുടെ കൂടെ കൂടാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെയും ഇവിടെയും പോയിട്ട് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് പല പരിപാടികളും നടത്തുന്ന പെങ്ങള്, അല്ലാഹുവേ ഒരു പെണ്ണ് തന്റെ ശരീരത്തിന് പിടിച്ചു, അല്ലാഹുവേ ഞാൻ വ്യഭിചാരിയായി പോയി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി, പേടിച്ച് നിലവിളിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുന്ന പൊന്നാര മകന്റെ മയ്യത്താണ് വാപ്പ കാണുന്നത്. അവസാനമല്ല ആ പൊന്നുമകന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ അവസരം കിട്ടുമ്പോ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാകട്ടെ നിന്റെ ശരീരത്ത് കേറി പിടിക്കുമ്പോ പാപമാടോ, ഇത് വ്യഭിചാരമാടോ, എന്റെ ശരീരത്ത് തൊടാ പാടില്ല എന്നല്ലാനെ പേടിച്ച് പറയുന്ന ചെറുപ്പക്കാരാ, സഹോദരന്റെ ഭാര്യയാകട്ടെ, കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങളാകട്ടെ, തൊടുന്നത് പാപമാടോ, വ്യഭിചാരമാടോ, എനിക്ക് റബ്ബിനെ പേടിയാണെന്ന് പറയണം പൊന്നുമോന്. സഹോദരന്റെ ഭാര്യ ബൈക്കിന്റെ പുറകില് കയറിയിരിക്കുമ്പോ കഥാ കുടുംബത്തില് അകന്ന പെണ്ണുങ്ങള് ബൈക്കിന്റെ പുറകിൽ കയറുമ്പോ പറയണം, എന്റെ ശരീരത്തെ തുടരുത്, ഇത് പാപമാ, ഇത് വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രായപൂർത്തിയായവന്റെ ബൈക്കിന്റെ പുറകിൽ കേറാ പെറ്റതള്ള പറഞ്ഞാലും കേൾക്കരുത്, പറയുന്നതനുസരിക്കണം. പക്ഷേ വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അത് പാപമാണെന്ന് പറയണമമ്മ, ഞാൻ വ്യഭിചരിക്കില്ല എന്ന് പറയണം പെങ്ങള്. അങ്ങനെ പറഞ്ഞ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. ഉമൃതങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, മോനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരാ, നിനക്കല്ലാഹു രണ്ട് സ്വർഗം തരും മോനെ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗം തരും, നീ രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ബൈക്കിന്റെ പുറകില് സഹോദരന്റെ ഭാര്യ ചാടിക്കേറും, അവൾ അന്യ പെണ്ണല്ലേ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഭാര്യ ആകട്ടെ, ജ്യേഷ്ഠന്റെ ഭാര്യ ഒക്കെ തന്നെ, എങ്കിലും അവള് നിന്റെ ശരീരത്ത് തൊടുന്നത്, നീ അങ്ങോട്ട് തൊടുന്നത് പാവല്ലേ? അങ്ങനെ ആരെങ്കിലും വരുമ്പോ വിളിച്ചു കെട്ടിയിട്ട് ഓടലല്ലടാ. കൂടെ പഠിക്കുന്ന ഒരുത്തി കൈ കയറി പിടിക്കുമ്പോ പറയണം, എടുക്കടി കൈ, വ്യഭിചരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ പറയുന്നവളാകണം പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, കൂടെ പഠിക്കുന്നവൻ കയറി പിടിക്കുമ്പോ മിണ്ടാതെ നിന്ന് കൊടുക്കലല്ല. ഏതെങ്കിലും മരത്തിന്റെ ചുവട് കെട്ടിയ അവിടെ ഇരുന്നോണ്ട് പടച്ചവൻ എങ്ങനെ ഇരുന്നു, എന്തൊക്കെ പരിപാടികളാ. അവിടെ ഇവിടെയും പോയിട്ട് എന്റെ പെങ്ങളോട് പറയാ, പെങ്ങളെ നീ വിചാരിച്ച ഏത് വൃത്തികെട്ടവനെയും നന്നാക്കാൻ പറ്റും. പെണ്ണുങ്ങൾ അങ്ങനെ പക്ഷെ വിചാരിക്കില്ലല്ലോ. ചരിത്രത്തിൽ നോക്ക്, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനുണ്ട്. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സ്വഭാവം, ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ വൈകുന്നേരമായ കുളിച്ചൊരുങ്ങി കമ്പോളത്തിൽ പോകും. ബസറ എന്ന് പറയുന്ന പട്ടണം
പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, കാണാൻ വലിയ സൗന്ദര്യവാനാണ്. ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം വൈകുന്നേരം ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണത് പോലെ പോയി നിൽക്കും. ഏത് പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളയ്ക്കും. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് ആഗ്രഹം സാധിക്കാതെ കടന്നുറക്കം വരൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, എടാ ഒരു പെണ്ണുണ്ടടാ ആരൊക്കെ നോക്കിയിട്ടും വളയുന്നില്ല. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വൈകിട്ട് കൂടുമ്പോ പറയടാ എത്ര നോക്കിയിട്ട് അവള് വളയുന്നില്ലടാ. അപ്പൊ പറയാം, എന്നാ ഞാൻ വളച്ചു കാണിക്കാളിയ. അങ്ങനെ മത്സരിക്കുമല്ലോ. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല, അവൾ അള്ളാനെ പേടിച്ചടക്കുന്ന പെണ്ണ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു കൈ നോക്കട്ടെ. അവസാനം അല്ലാഹുവേ ആ പെണ്ണിന്റെ പുറകെ ഈ ചെറുപ്പക്കാരൻ നടന്നുപോയി. ശരീരം മുഴുവനും മറച്ച് നടന്നു പോകുന്ന പെണ്ണിന്റെ പുറകെ പോയപ്പോ അവള് ചോദിച്ചു, എന്റെ പുറകെ നടന്നിട്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ല, എന്തിനാ എന്റെ പുറകെ വരണേ? ഞാൻ അള്ളാനെ പേടിച്ചടക്കുന്നവള, എന്റെ പുറകെ നടക്കണ്ട, നിനക്കൊരു ഫായിദയുമില്ല. പക്ഷെ ചെറുപ്പക്കാരൻ തയ്യാറായില്ല, പെണ്ണിന്റെ പുറകെ നടന്നു. അവസാനം ആ പെണ്ണ് തന്റെ വീടിന്റെ അടുക്കലേക്ക്, തന്റെ വീടെത്താറായപ്പോ ഇവൻ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ പെണ്ണ് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ വരണേ? ഞാൻ ശരീരം മുഴുവനും മറച്ചവളാണല്ലോ, നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ ഇങ്ങനെ വരണേ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ ശരീരം മുഴുവനും മറച്ചാലും നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഈ മനോഹരമായ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകെ വരണേ. നിന്റെ ഈ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും. നിന്റെ കണ്ണ് കണ്ടിട്ടാ ഞാൻ പുറകെ വരണേ. ആ പെണ്ണ് ചോദിച്ചു, നിനക്ക് മരിക്കണ്ടേടാ, അള്ളാനെ ഓർമ്മയില്ലേടാ, അള്ളാടെ മുന്നിൽ പോയി നിൽക്കണ്ടേടാ, നീ എന്റെ കണ്ണ് നിനക്ക് അത്രയും ഇഷ്ടമാണോ? അതേ പെണ്ണെ, എങ്കിൽ ഇവിടെ ഇരിക്ക്. പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ നിനക്കൊരു സമ്മാനം കൊടുത്തുവിടാം. അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണ് വീടിന്റെ അകത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി. തന്റെ വീടിന്റെ അകത്ത് പോയിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ, അള്ളാഹുവേ, ഞാൻ കാരണം, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, അന്യ പുരുഷൻ എന്റെ കണ്ണ് കണ്ടല്ലോ അല്ലാ, ഇഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. അള്ളാഹുവേ, അവിടുന്ന് ചരിത്രം പറയുന്നു, ഒരു കത്തി എടുത്തിട്ട് 2 കണ്ണിന്റെ കൃഷ്ണമണികൾ ചൂടുന്നങ്ങെടുത്തു. ഒരു കത്തിയെടുത്ത് 2 കണ്ണിന്റെ കൃഷ്ണമണികളും ചൂഴ്ന്നെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു. വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്, ഇത് കണ്ടിട്ട് വന്നതാ, കൊണ്ടുകൊടുത്തേക്കാൻ. ചെറുപ്പക്കാരൻ പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്തിരിക്കുമ്പോ വീട്ടിലെ ജോലിക്കാരിയായ പെണ്ണ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ടല്ലേ നീ പുറകെ വന്ന, ഇന്നാ വെച്ചോ. ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ രക്തത്തിൽ കലർന്നിരിക്കുന്ന 2 കൃഷ്ണമണികൾ. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് സമാധാനമില്ല. അവസാനം അവിടെ നിന്ന് ആ പെണ്ണിനോട് പൊരുത്തം ചോദിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ തന്റെ വീട് വിട്ട് പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി അവിടെ നിന്ന് നടന്നു. പെണ്ണിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണുന്ന കാഴ്ച ആ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന രംഗവാ. അല്ലാഹുവേ, കണ്ണിന്റെ കൃഷ്ണമണികൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് രക്തം വാർന്നു വാർന്ന് ആ പെണ്ണു മരിച്ചുപോയി. ആ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ് ചെറുപ്പക്കാരൻ കാണുന്നത്. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇടിത്തീ പോലെ ആ പെണ്ണ് ചോദിച്ച ചോദ്യം, അള്ളാനെ പേടിയില്ലേടാ, മരിക്കണ്ടേടാ, മരിക്കണ്ടേടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ചോദ്യം ആ ചെറുപ്പക്കാരന് നന്നാക്കി. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ലോകമറിയുന്ന പണ്ഡിതനായി പിൽക്കാലത്ത് മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റുകൾ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ മുതലാക്കലല്ല, അള്ളാഹുവിനെ പേടിച്ചു പിന്തിരിയലാ വേണ്ടത്. അവിടെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറലാ വേണ്ടത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും ചെയ്യണില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ ഗതികേട് എന്തെന്നറിയോ? എടാ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പം പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും കൊടക്കീടിലിരുന്നിട്ട് ഒരാണും പെണ്ണും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തൻ നടന്നു വന്നാൽ മതി, പെട്ടെന്ന് മാറും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് നടന്നു വന്ന അപ്പൊ തന്നെ ആള് വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ മാറും. എന്നാ നീ ചിന്തിച്ചു നോക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ നീ പേടിച്ചു മാറി. അല്ല കാണുന്നുണ്ടല്ലോടാ ഇതൊക്കെ.
പടച്ചവൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. എടാ, അവന് കൊടുത്ത വില പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു രണ്ട് മനസ്സ്, ഒരു രണ്ട് കാലുള്ള ജോലിക്ക് നിൽക്കുന്ന, പാർക്കിലും ബീച്ചിലും ജോലിക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫിന് കൊടുത്ത വില പോലും നിന്നെ പടച്ച അള്ളാഹ്ക്ക് നീ കൊടുത്തില്ലല്ലോടാ. ആലോചിച്ച് നോക്കിയേ, രക്ഷപ്പെടുമ്പോ നമുക്കെല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും എന്തേ ചെയ്യണേ? നന്നാകാൻ പറ്റണില്ല.